പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ കയ്യിലൊരു ബുക്കുണ്ട്. ഇത് എൻ്റെ ഡയറിയാണ്. എൻ്റെ മകളുടെ, എനിക്ക് 9 വയസ്സുള്ള ഒരു മകളുണ്ട്. അവൾ എഴുതുന്ന ഡയറിയാണിത്. അപ്പം ഡെയിലി നടക്കുന്ന കാര്യങ്ങൾ അവളിതിൽ നോട്ട് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ ഒരു പ്രാക്ടീസ് ഡെയിലി കൊടുത്തിരിക്കുകയാണ് ചെയ്യാനായിട്ട്. എന്നും ചെയ്യാറുണ്ട്. അപ്പം ഇന്നലെ എൻ്റെ കുഞ്ഞ് എഴുതിയിരിക്കുന്നതാണ്, ഞാൻ വായിക്കാം. അധികമൊന്നുമില്ല, ഒരു 2-3 ലൈൻസേ ഉള്ളൂ. Tomorrow there is holiday because the old Chief Minister of Kerala is dead. He is in heaven now. Tomorrow they will bury him. Okay. മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും സ്വർഗത്തിലേക്ക് പോകും, ഞങ്ങൾക്ക് നരകമില്ല. എനിവേ, ഇത് 9 വയസ്സുള്ള എൻ്റെ മകൾ എഴുതിയ ഡയറിയാണിത്. ഞാനിത് അഭിമാനത്തോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒറ്റ ഒരു ദിവസം കൊണ്ട് അല്ല അവളിങ്ങനെ എഴുതാൻ പ്രാപ്തയായത്. കുറച്ച് നാളുകളായി അവളെ ഞാൻ ട്രെയിൻ ചെയ്യുകയാണ്. അപ്പോൾ മിസ്റ്റേക്സ് ഉണ്ടാകാറുണ്ടായിരുന്നു, ഞാനത് കറക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഇടയ്ക്ക് ചില മിസ്റ്റേക്സ് ഉണ്ട്, അത് ഞാൻ കറക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതുകൊണ്ട് ഞാൻ കാണുന്ന 2 പ്രയോജനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, കുട്ടി ഇപ്പോൾ സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങളാണെങ്കിലും അവിടെ എന്ത് സംഭവിച്ചു, ആരൊക്കെ ഉണ്ടായിരുന്നു, ആരൊക്കെ പഠിപ്പിച്ചു, ആരെങ്കിലും കുട്ടികൾ എന്തെങ്കിലും വികൃതി കാണിച്ചാൽ ഇതെല്ലാം ഡയറിയിൽ എഴുതി വയ്ക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിലൊക്കെ പ്രധാനമായിട്ട് കുഞ്ഞുങ്ങളുടെ നമുക്ക് ലാംഗ്വേജ് ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും, എത്രത്തോളം അവർ ഇമ്പ്രൂവ്ഡായി എന്നുള്ളത്. ഇപ്പം നോക്കിയിട്ട് ഓരോ ദിവസത്തെയും ഞാൻ വെച്ച് നോക്കിയിട്ട് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് മോൾക്ക് ഞാൻ കാണുന്നുണ്ട്. ഇതേ രീതിയിൽ എല്ലാവർക്കും അവനവൻ്റെ വീടുകളിൽ കുഞ്ഞുമക്കൾ ഇതുപോലുള്ള ഏജിലുള്ള കുട്ടികളെ ട്രെയിൻ ചെയ്ത് എടുക്കാവുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം, ബുക്ക് നോക്കി കറക്റ്റ് ചെയ്യാൻ സ്വയം പറ്റുന്നില്ല എങ്കിൽ മറ്റാരുടെയും ഹെൽപ്പ് തേടേണ്ടതാണ്. പക്ഷേ ഒരു കാര്യം നമുക്ക്, ഒരു ഗുണം ഞാൻ ഇതിൽ നിന്ന് കാണുന്നത്, എല്ലാ ദിവസവും അവരുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ ഒരു ബുക്കിൽ അവർ എഴുതുകയാണ്. അപ്പോൾ നമ്മൾക്കും അതറിയാൻ പറ്റും. പിന്നെ ഇതുപോലെ അവർക്ക് ലാംഗ്വേജ് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുകയും ചെയ്യും. എല്ലാവർക്കും ഇങ്ങനൊരു കാര്യം ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ഒന്ന് ശീലിക്കാവുന്ന കാര്യമാണ്. ഓക്കെ, താങ്ക് യു.